ഹായ് ഫ്രണ്ട്സ്, ഞാനിന്ന് ചെയ്യാൻ പോകുന്നത് പച്ചമാങ്ങ കൊണ്ടൊരു ജാമാണ്. അതിനായിട്ട് നമുക്ക് ആദ്യം ചെയ്യേണ്ടത് മാങ്ങയുടെ തോലെല്ലാം ചെത്തിയ ശേഷം ഒന്ന് ഗ്രേറ്റ് ചെയ്തെടുക്കണം. പച്ചമാങ്ങയെല്ലാം ഞാനിപ്പോൾ ഗ്രേറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. നമുക്കതിലോട്ട് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കാം. മാങ്ങയെല്ലാം ഒന്ന് പിഴിഞ്ഞെടുക്കണം. അതിൻ്റെ പുളിയൊക്കെ നമുക്കൊന്ന് മാറിക്കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇതുപോലെ എടുക്കണം. ഗ്രേറ്റ് ചെയ്ത മാങ്ങ ഇപ്പോൾ പിഴിഞ്ഞെടുത്തിട്ടുണ്ട്. നമുക്കതിലോട്ട് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് മിക്സിയിൽ നിന്ന് അടിച്ചെടുക്കണം. അരച്ചെടുത്ത മാങ്ങ നമുക്കൊരു പാത്രത്തിലോട്ട് മാറ്റാം. ഇനി നമുക്ക് ആവശ്യം പഞ്ചസാരയാണ്. 1 കിലോ പഞ്ചസാരയാണ് ഞാനിപ്പോൾ എടുത്തിട്ടുള്ളത്. ഇനി നമുക്ക് മാങ്ങയൊക്കെ ഒന്ന് ചൂടാക്കി എടുക്കണം. അതിനോടൊപ്പം നമുക്ക് ചേർക്കേണ്ടത് ഒരു പട്ട, ഏലക്ക, 5 ഏലക്കായ്, 2 ഗ്രാമ്പു. ഇനി നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്തുകൊണ്ടേയിരിക്കണം. മാങ്ങയുടെ വെള്ളമെല്ലാം വറ്റി നല്ല ബബിൾസ് വരുന്ന സമയമാണ് നമുക്ക് പഞ്ചസാര ചേർക്കേണ്ടത്. കളർ ആവശ്യമെങ്കിൽ ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ ഗ്രീൻ കളർ ചേർത്ത് കൊടുക്കുകയാണ്. ഇനി നമുക്ക് പഞ്ചസാര ചേർത്ത് കൊടുക്കാം. 1 കിലോ പഞ്ചസാര ഞാൻ എടുത്തിട്ടുള്ളത്. പകുതി ഇപ്പോൾ ഇട്ട് കൊടുത്തിട്ടുണ്ട്. മധുരം ആവശ്യമുണ്ടെങ്കിൽ മാത്രം മതി ഇനി ചേർക്കാൻ. കുറച്ച് പഞ്ചസാര കൂടി ചേർത്ത് കൊടുക്കാം. നന്നായിട്ട് ഇളക്കി കൊടുക്കുക. പാത്രത്തിൻ്റെ അരികിൽ നിന്ന് ജാമെല്ലാം വിട്ട് വരുന്നതാണ് അതിൻ്റെ പാകം. ജാമെല്ലാം ഇപ്പോൾ റെഡിയായി വരുന്നുണ്ട്. നമുക്ക് ഇനി ചേർക്കേണ്ടത് ഒരു നുള്ള് ഉപ്പ്. അപ്പോൾ നമ്മുടെ ജാമെല്ലാം റെഡി ആയിട്ടുണ്ട്. നല്ല തിക്കായി വന്നിട്ടുണ്ട്. സ്റ്റവ് ഓഫ് ചെയ്ത ശേഷം നമ്മൾ നേരത്തെ ചേർത്ത് കൊടുത്തിരിക്കുന്ന ഏലക്കയും പട്ടയെല്ലാം കോരി മാറ്റിയേക്കാം. ഇതെല്ലാം മാറ്റി എടുക്കാം. നമ്മുടെ ജാമെല്ലാം ഇപ്പോൾ റെഡി ആയിട്ടുണ്ട്. പച്ചമാങ്ങ നല്ല പുളിപ്പാണെങ്കിൽ 3-4 തവണ വെള്ളത്തിൽ കഴുകിയ ശേഷം വേണം എടുക്കാൻ. പുളിപ്പില്ലാത്ത മാങ്ങയാണെങ്കിൽ 1 തവണ കഴുകിയാൽ മതി. നമുക്ക് ബ്രെഡിലിപ്പോൾ ജാം തടവി കൊടുക്കാം. നമുക്കിപ്പോൾ മാങ്ങ കിട്ടുന്ന സീസണിൽ, നിറയെ കിട്ടുന്ന സീസണിൽ ഇതുപോലെ ജാം തയ്യാറാക്കി വെച്ചാൽ വളരെ യൂസ്ഫുള്ളായിരിക്കും. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ നിങ്ങളുടെ കമൻസ് എന്നെ അറിയിക്കുക.